നമസ്കാരം. AR പെറ്റൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പം ചക്കയുടെയൊക്കെ സീസൺ ആണല്ലോ. അപ്പം ചക്കക്കുരുവും മാങ്ങയും വെച്ചിട്ട് നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയൽ തയ്യാറാക്കാം. വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ചക്കക്കുരു അവിയലിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ചക്കക്കുരുവായിരുന്നു, അതിൽ ഒരു 10-20 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി ഇതേപോലെ നമ്മൾ സാധാരണ അവിയലിന് എടുക്കില്ലേ, അതേപോലെ ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുളിയില്ലാത്ത ചെറിയ 2 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതും നമ്മളിങ്ങനെ അവിയലിന് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ കൂട്ടത്തിൽ 2 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് രണ്ടും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പം കുക്കറിലേക്ക് ഇത് രണ്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പം നമുക്ക് ചക്കക്കുരും നമ്മുടെ മാങ്ങയും കൂടെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചക്കക്കുരുവും പച്ചമുളകും മാങ്ങയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം മതിയാവും, കാരണം നമ്മൾ അവിയലിൻ്റെ ഒരു പരുവത്തിലാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതിരുന്നാൽ ഇതിൻ്റെ അടിക്ക് പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ചക്കക്കുരു ഒക്കെ ഒന്ന് വെന്ത് വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് നമ്മൾ കുക്കറിൽ നമ്മുടെ ചക്കക്കുരിയും മാങ്ങയും പച്ചമുളകും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു 1-2 വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ അവിയലിന് വേണ്ടി അരപ്പ് നമുക്ക് തയ്യാറാക്കാം. നമ്മുടെ ചക്കക്കുരിയും അവിയലിന് വേണ്ടിയിട്ടുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു 3.5 പിടി നമ്മുടെ 3.5 പിടി ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ചെറിയ തേങ്ങയുടെ പകുതിയിൽ നിന്നും 3/4 ഭാഗം ചിരകി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ചെറിയ ഉള്ളിക്ക് പകരം ചെറിയൊരു പീസ് സവാളയുടെ ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതെല്ലാം കൂടെ നമ്മൾ സാധാരണ അവിയലിന് എടുക്കുന്ന പോലെ ഒന്ന് ഒതുക്കി എടുത്തിട്ട് വരാം. നമ്മുടെ ചക്കക്കുരു മാങ്ങ അവിയലിന് വേണ്ടിയിട്ടുള്ള തേങ്ങാക്കൂട്ടെല്ലാം ഇതേപോലെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചക്കക്കുരു മാങ്ങയും വെന്തോ നോക്കാം. ഒരു 2 വിസിൽ കേട്ടപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ ചക്കക്കുരുവും മാങ്ങയും ഒക്കെ കണ്ടില്ലേ. നമ്മുടെ കുക്കറിലേക്ക് നമ്മുടെ അരപ്പ് തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ല. നമ്മുടെ അവിയലിൻ്റെ കൂട്ട് കുഴഞ്ഞൊന്നിരിക്കണം. നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് കുറുകി വരട്ടെ. ഒന്ന് കുറുകി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചക്കക്കുരു മാങ്ങ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിന് മതിയാവും. നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു പരുവത്തിന് മതിയാവും. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അഥവാ പുളിയാ കുറവെന്നുണ്ടെങ്കിൽ കുറച്ച് പിഴുപൊടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചക്കക്കുരു മാങ്ങ അവിയലെന്നോ പെരളനെന്നോ പറയാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കണം. അതുപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ചക്കക്കുരു മാങ്ങ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. നമ്മുടെ ചക്കക്കുരു മാങ്ങ
അവിയൽ ദേ ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എന്നും നമ്മൾ അവിയലൊക്കെ ഉണ്ടാക്കുമല്ലേ, അപ്പം ചക്കക്കുരുവൊക്കെ കിട്ടുമ്പോൾ വെറുതെ കളയാതെ അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ ആവശ്യത്തിന് മാങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്ക് അവിയലിൻ്റെ ആ ഒരു കൂട്ടോട് കൂടി തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു കറി റെഡിയാക്കാം. വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ കമൻസ് ഒക്കെ അറിയിക്കണം. ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.